പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ നാം എടുത്തു മാറ്റുന്ന, ഹല്ലേലൂയ, എന്തെല്ലാം നമ്മുടെ ബലഹീനതകളുണ്ടോ അതിനെല്ലാം എടുത്തു മാറ്റുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതിനെന്താ നാം ചെയ്യേണ്ടത്? നാം യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. രാവിലെ കാലം കർത്താവിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ അപ്പനോട് നമ്മുടെ ബലഹീനതകൾ എന്താണ്, അപ്പ എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ്, ഹല്ലേലൂയ, അപ്പൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പലവിധമായ രോഗത്താൽ ഭാരപ്പെട്ട് ഒരിക്കലും ജീവിതത്തിൽ സംഭവവും, ഹല്ലേലൂയ, സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, രോഗശമനം ലഭിക്കാതെ, എങ്ങനെയാ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. അവരോട് പറയുകയാണ്, നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏത് അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുന്നു, ഹല്ലേലൂയ, അതെല്ലാം നമ്മെ അതായത് മാറ്റിമറിക്കും. നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സമയമെല്ലാം നഷ്ടമാക്കി കളയുന്നതിനെയാ ഈ വ്യാധി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് രോഗം വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ നേരിടുമ്പോൾ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതൊക്കെ കടന്നു വന്ന് നമ്മളെ, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുവാൻ തന്നെ, ഹല്ലേലൂയ, പിശാച് പലതരത്തിലെ തന്ത്രങ്ങൾ കൊണ്ടുവരും. പല വ്യാധികളാൽ നമ്മളെ അങ്ങ് നിറയ്ക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, ഹല്ലേലൂയ, അതായത് വേണ്ടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനോ, ഹല്ലേലൂയ, നമുക്ക് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയാതൊക്കെ പല വിധത്തിൽ നമ്മളെ ഭവനത്തിൽ തന്നെ ഒതുക്കി കൂട്ടുന്ന അവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബലഹീനതകൾ, കുറവുകൾ, കുറ്റങ്ങളെ, പ്രയാസങ്ങളൊക്കെ നേരിടട്ടെ, കർത്താപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കാം. നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന അപ്പൻ, ഹല്ലേലൂയ, പലവിധമായിട്ടുള്ള ആകുല ചിന്തകളാൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുക, ഹല്ലേലൂയ, നിങ്ങളുടെ ഭാരം യേശുപ്പൻ്റെ പാദപീഠത്തിൽ വെക്ക്. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ത് തന്നെയായാലും അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നമ്മുടെ ഭാരം, ഹല്ലേലൂയ, നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചുകൊള്ളണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ വരട്ടെ, നമ്മുടെ എല്ലാ കാര്യത്തിന്മേലും നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല പിതാവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഭാരം ചുമക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെയുള്ളപ്പോൾ ഇന്ന് നാം തന്നെ നമ്മുടെ ഭാരം ചുമക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. ഇന്ന് അപ്പൻ്റെ പാദപീഠത്തിലൊന്നും വെക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടാവുന്നിടത്തോളം നമ്മളങ്ങ് ചുമന്നിട്ട് ലാസ്റ്റ് ടൈമിലാ അപ്പൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധി ഭാരം ഇറക്കി വെക്കുവാൻ ആരും സമയം കണ്ടെത്തുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവിൽ ആശ്രയം വെച്ച് അടുക്കലേക്ക് വരുമ്പോൾ, യേശുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അതിഭയങ്കരമായ ഭാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും നമുക്ക് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകി തരികയും ചെയ്യും. ഹല്ലേലൂയ. നോക്കൂ പ്രീതി മക്കളെ, നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ്, നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, രോഗം കടന്നു വരുമ്പോൾ അതിന്റെ ഭാരവും വേദനയും ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. നമ്മുടെ സകല രോഗങ്ങളെ ചുമക്കുവാൻ, ശമിപ്പിക്കുവാൻ, അതില്ലാതാക്കുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ രോഗം വഹിക്കുവാൻ ആരും തയ്യാറാകാതിരിക്കുമ്പോൾ നമ്മുടെ രോഗത്തിലുള്ള ഏത് കാഠിന്യം കൂടി കടന്നു പോയാലും അതിനെ വഹിക്കുവാൻ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. പൂർണ്ണസൗഖ്യം, വിടുതലും ആരോഗ്യം തരുന്ന നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. 55-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു,
മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഇതുപോലെയാണല്ലോ പ്രീതി മക്കളെ, നമ്മൾ വേദനപ്പെട്ട് ഹല്ലേലൂയ മരണത്തെ തന്നെ മുഖാമുഖമായി കണ്ടു കിടക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ രോഗത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിക്കുവാനല്ല എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ ചുമക്കുന്ന ദൈവം, അതായത് രോഗം ശരീരത്തിൽ അകത്തോ പുറത്തോ ഉണ്ടാകുമ്പോൾ വേദന ശരീരം മാത്രമല്ല പ്രിയരെ, അത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ബാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഒരുവന്റെ വേദന നമുക്ക് ചുമക്കുവാൻ കഴിയുമോ? നമ്മുടെ വേദനയുമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ നമ്മുടെ വേദന ഏതായാലും അത് ദൈവം ചുമക്കും. അതുകൊണ്ട് അപ്പം എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വളരെ രോഗത്താൽ ഭാരപ്പെട്ട് ഇപ്പോൾ മരിക്കും എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവസന്നിധി നിങ്ങളുടെ ഭാരങ്ങൾ വെക്കുക. അവിടുന്ന് ഹല്ലേലൂയ സൗഖ്യദായകൻ. ഏത് രോഗമായാലും കർത്താവിന്റെ കരം നീട്ടുമ്പോൾ നമുക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. നോക്കൂ, ലാസറിനെ ഉയർപ്പിച്ച അപ്പൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജയാളിയായ കർത്താവാണ് നമ്മോട് കൂടെയുള്ള, ജീവിക്കുന്ന അപ്പനാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ പാപം ഒരു വ്യക്തിയെ ഹല്ലേലൂയ വല്ലാതെ തളർത്തി കളഞ്ഞ് അത് ഭാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഹല്ലേലൂയ നോക്കൂ, പാപം ഒരു വ്യക്തിയെ വല്ലാതെ തളർത്തി കളയും. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ ഹല്ലേലൂയ ഭാരം മറ്റൊരുവൻ ചുമക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരുടെയും ഭാരം മറ്റുള്ളവർ ചുമക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ ഭാരമൊക്കെ ചുമക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, ഗലാത്യർക്ക് ലേഖനം 6:5 പറയുന്നുണ്ട്, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഹല്ലേലൂയ. നോക്കൂ, ചുമട് ഹല്ലേലൂയ അവർക്ക് മാത്രമേ അതിന്റെ വെയിറ്റ് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എത്രമാത്രം ഭാരം ജീവിതത്തിൽ കടന്നു വരുന്നു അത് സഹിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. താൻ്റെ ചുമട് അവരവർ തന്നെ വേണം ചുമക്കുവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ അത് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രിയ മക്കളെ, നമ്മുടെ ഭാരം മുഴുവനും നമ്മുടെ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. അപ്പൻ അവിടുന്ന് നമ്മെ വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടുന്നതുപോലെ ഭാരം ഇറക്കി വെക്കും. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 9:28 പറയുന്നു, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ ഹല്ലേലൂയ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശിതനായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ ചുമക്കുവാൻ, നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് സഹിച്ച ആ പ്രയാസങ്ങൾ നാം ഒന്ന് ഓർത്തു നോക്കുക. നാം എത്രമാത്രമാണ് ഹല്ലേലൂയ ഈ നാളുകളിൽ വേദന സഹിക്കുന്നത്. സ്വല്പം പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം വിധിക്കാറില്ലേ? ഹല്ലേലൂയ. കർത്താവെ, ഞാൻ നാളുകളായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ടും എനിക്ക് ഇങ്ങനെയാണോ വരുന്നതെന്നൊക്കെ ചോദിച്ച് പലപ്പോഴും നാം ചോദ്യം ചെയ്യാറില്ലേ? ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം പ്രിയ മക്കളെ, നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ അപ്പൻ ചുമന്ന ഭാരം, നമ്മുടെ അപ്പൻ ഏറ്റുന്നതായ പ്രയാസങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമായി തീരാം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രയാസഘട്ടങ്ങൾ നേരിടുന്നോ അതിന്മേൽ ഹല്ലേലൂയ ജയം വരിക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. ബലഹീനതകൾ തുണി നിൽക്കുന്ന അപ്പന്റെ ശക്തിയാൽ ഓരോരുത്തരുടെയും ബലഹീനതയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിപ്പെടുത്തുന്ന അപ്പാ, അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ, ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വിടുതലായി തീരട്ടെ, ശക്തിയായി തീരട്ടെ. ഹല്ലേലൂയ ആത്മീയ ബലമായി തീരട്ടെ. കർത്താവേ, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.